ഇന്ത്യയിൽ നടന്ന CJP പ്രൊട്ടസ്റ്റ്, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റ പാർട്ടികളുടെ പ്രതിഷേധം. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് മുട്ടുമടക്കിയതിൻ്റെ റീസൺ? ഡൽഹി മാത്രമാണോ റീസൺ? ഡൽഹി മാത്രമല്ല അതിൻ്റെ റീസൺ. അതായത് ആദ്യത്തേത് മനസ്സിലാക്കുക, നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ എന്താണ്, അതായത് അമിത്ഷായുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഏജൻസികൾ, പല ഏജൻസികളുണ്ട്, അവർ കൊടുത്ത ഫീഡ്ബാക്കുകൾ മുഴുവനും തെറ്റായിരുന്നു. അതാണ് നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് 1-2 പേര് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കും അവരെങ്ങനെയാണ് ഇതെങ്ങനെ ഒരു ഇഷ്യൂ ഫർദർ ഉണ്ടാകും എന്നതിനെ പറ്റി അവർക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യം എന്തെന്നൊരു റീസൺ, അതായത് ഇവർക്കൊന്നും ഇന്നത്തെ ജെൻസിയെ പറ്റി ഒരു കുന്തവും അറിയത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. കാരണം ഇവരൊന്നും കൂടുതലായിട്ട് ഇൻസ്റ്റയിലോ ഈ പറയുന്ന അവർ കൂടുതൽ ഈ ഫേസ്ബുക്കും ഈ എക്സിലും ഒക്കെയാണ് കൂടുതൽ. പക്ഷേ എന്താണ് ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള മീഡിയയിലും, കാരണം ഈ കുട്ടികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഇതിനകത്ത് ഇവർക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇത് കുറച്ച് ആൾക്കാർ വരുന്നു, അമേരിക്കയിൽ നിന്നൊരു പയ്യൻ വരുന്നു, ഒരു ഇന്ത്യക്കാരൻ, ദളിത് പയ്യൻ, കുറച്ച് പേരുടെ സപ്പോർട്ടുണ്ട്. കാരണം മേജറായിട്ടുള്ള കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ മറ്റുള്ള ഒപ്പോസിഷൻ പാർട്ടിയൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചു, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇവർ പറയുന്ന സംഭവങ്ങളെല്ലാം പാളിപ്പോയത്. അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതോ നല്ല ചൂട്, ഇടയ്ക്ക് മഴ, ചെറിയ മഴ, ഹൈ ഹ്യൂമിഡിറ്റി, അവർ ജന്തറും മന്ദറിൽ കുറച്ച് ദിവസം ഇരുന്നിട്ട് അങ്ങ് എണ്ണിച്ചു പോകും. ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവർ ഈ പാർലമെൻറ്റ് മാർച്ച് നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, ഈ പോലീസുകാരൊന്നും ഹെൽമെറ്റ് പോലും വെച്ചില്ല. എല്ലാവരും പ്ലെയിൻ, അതായത് ഒരു ഗിയർ ഉണ്ടല്ലോ, ഒരു റയറ്റോ ഇങ്ങനെയുള്ള ലാത്തി ചാർജൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ധരിക്കേണ്ട വസ്ത്രങ്ങളുണ്ട്, ഇതൊന്നും ഇവർ വെച്ചില്ല. കാരണം അവരുടെ ധാരണ ഈ 5-6 അടി അങ്ങ് കൊടുത്താൽ ഇത്രയും പേരേ ഉള്ളൂ, അവരെണ്ണിച്ചങ്ങ് പോകും. ഇതാണ് ഇവരുടെ ധാരണ. പക്ഷെ ഞാനത് കൃത്യമായിട്ട് ഇതിനെ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കാരണം എൻ്റെ മകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്, കാരണം ഈ പ്രൊട്ടസ്റ്റ് മാർച്ചിന് പോയിട്ടുണ്ട്. അപ്പം ഞാനിത് മോണിറ്റർ ചെയ്യുമായിരുന്നു എന്തോ ഇവർ ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റയിലും കയറി, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇവരുടെ നേതാക്കൾ മാത്രമല്ല എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ബംഗാളുമായിട്ട് നല്ല ബന്ധമുണ്ട്, അതേപോലെ തന്നെ ബീഹാറുമായിട്ട് ബന്ധമുണ്ട്. അവിടെ BJPയും മോദിയെയും പിന്താങ്ങുന്ന ജേർണലിസ്റ്റുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അവർ പറഞ്ഞു ഇത് കൈവിട്ടു പോകുന്ന ഗെയിമാണ്. എന്താണ് ബീഹാർ മോദി ഗവൺമെൻറ്റിന് കൊടുക്കുന്ന വലിയൊരു പാഠം? അതാണ് ഭയങ്കരം. എന്താണ് കൽക്കട്ടയിൽ സംഭവിച്ചത്? ഈ 2 സ്റ്റേറ്റുകളും എത്ര നാളായി അവിടെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ, ഭയങ്കര ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറി. ബീഹാറിലാണെങ്കിലും ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലും. പക്ഷെ ബീഹാറും വെസ്റ്റ് ബംഗാളുമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. എന്താ ബീഹാറിൽ ഞെട്ടിച്ചത്? കാരണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ബീഹാറിൽ അവിടെ തൊഴിലെന്ന് പറയുന്ന ഈ സാധനം അവിടെ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഗവൺമെൻറ് ജോബാണ് അവരുടെ ഏറ്റവും വലിയ ജോലി. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ കൃഷിക്കാട്, അത് ഗ്രാമപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടങ്ങ് പോകും. ഏറ്റവും കൂടുതൽ നീറ്റ് ആസ്പിറൻസ് ഉള്ള സ്ഥലമെന്ന് പറയുന്നത് ഈ പറയുന്ന ബീഹാറാണ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളും ബീഹാറിലാണ്. ഏറ്റവും കൂടുതൽ നീറ്റായി ബന്ധപ്പെട്ട ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, പിള്ളേരെ ട്രെയിൻ ചെയ്ത്, അതുമുള്ളത് ബീഹാറിലാണ്. അവർ ലിറ്ററലി അങ്ങ് പെട്ടുപോയി. ഇവരെല്ലാം BJP ആണ്. നിങ്ങൾ പാറ്റ്ന എടുക്കുക, ചാപ്ര എടുക്കുക, സിവാൻ ഡിസ്ട്രിക്ട്, ഇവിടൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്തത്. ഇവിടൊക്കെ ഉണ്ട് പ്രശ്നം എന്തുവാണെന്നറിയാം, പിന്നീട് അവിടെയുള്ള ഒരു പോലീസിന് ഇത് പിടികിട്ടിയില്ല. അവർ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സിനൊന്നും അവരുദ്ദേശിച്ചത് ഒന്നും അല്ലാതായി പോവും. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ബീഹാറിൽ ഇതങ്ങ് സ്പ്രെഡായി.
കാരണം ഡൽഹി ലാത്തി ചാർജ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒന്ന് ബീഹാറും 2 വെസ്റ്റ് ബംഗാളും. അതായത് പ്രക്ഷോഭം അങ്ങ് മൂത്തു. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള MLA-മാർ, വിധായക്, അതേപോലെ തന്നെ BJP സപ്പോർട്ടേഴ്സ്, ഈ ഗോദി മീഡിയയുടെ ജേർണലിസ്റ്റുകൾ, ഏകദേശം 150 ജേർണലിസ്റ്റുകളെയാണ് ബീഹാറിൽ അടിച്ചോടിച്ചത്. ആലോചിക്കണം. കാരണം അവിടെ ബീഹാറിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന മോദിയെയും BJP-യെ സപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ ഉള്ളൂ. RSS-നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള സ്റ്റേറ്റ് കൂടിയാണ്. കാരണം RSS-ൻ്റെ കേഡേഴ്സ് ഭയങ്കരമാണ്. RSS-നെയും അത് സോഫ്റ്റ് ഹാർഡ് ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. അവർക്കും അടി കിട്ടി. അതേപോലെ തന്നെ മോദിയുടെ വലിയ ഫ്ലക്സുകളും പരിപാടികളും എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. ഇത് ബേസിക്കലി മോദി ഗവൺമെൻറ്റിന് BJP-യുടെ സെൻട്രൽ ലീഡർഷിപ്പ് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ UP-യേക്കാളും സീറ്റ് വന്നിരിക്കുന്ന ബീഹാറിൽ നിന്നാണ്. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതേപോലെ തന്നെ ബീഹാറിൽ BJP-യുടെ നാഷണൽ പ്രസിഡൻറ്റ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് ഉള്ള മനുഷ്യനാണ്. BJP-യുടെ നേതാവാണ്, ചെറുപ്പക്കാരൻ. അവിടെ അടി കിട്ടിയപ്പോൾ, അതായത് തല മുതൽ മുടി വരെ പോലീസുകാർക്കും BJP-യുടെ MLA-മാർക്കും BJP-യുടെ കൊടി വെച്ച് നടക്കുന്നവർക്ക് അട്ടിയും കിട്ടിയപ്പോൾ BJP-യുടെ കേന്ദ്ര നേതൃത്വം വിറച്ചു, മോദി ഉൾപ്പെടെ വിറച്ചു. കാരണം അത്രയും വലിയ ഭൂരിപക്ഷം കിട്ടി. പക്ഷെ അടി കിട്ടുന്നത് ഭയങ്കര അടിയാണ്. അതായത് BJP പോലീസിനെ നിലം തൊടാതെ കയറി അങ്ങ് അടിച്ചു. പോലീസ് എത്ര ലാത്തി ചാർജ് നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ഈ പോലീസുകാരൻ ടെററിസ്റ്റിനെതിരെ അതിർത്തിയിൽ ഉപയോഗിക്കുന്ന AK-47 ഫയർ ചെയ്യുന്നത് ചാപ്രയിൽ. ആലോചിച്ച് നോക്ക്, പോലീസിന് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത ബംഗാൾ നോക്കാം. സുവേന്ദു അധികാരി കൽക്കട്ട എന്ന് പറഞ്ഞ സിറ്റി കംപ്ലീറ്റ് TMC-യുടെ ഇവർ പിടിച്ചെടുത്തു, ഇവരുടെ കോട്ടയാക്കി മാറ്റി. അതായത് കൽക്കട്ട എന്ന് പറയുന്നത് വലിയൊരു സ്ഥലമാണ്, ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. അവിടെ എല്ലാം BJP-ആണ് ജയിച്ചത്, ഇൻക്ലൂഡിങ് മമതാ ബാനർജി വരെ തോറ്റുപോയത് കൽക്കട്ട സിറ്റിക്കകത്തൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അവിടെ നടന്ന മാർച്ച് പോലീസ് പെട്ടുപോയി, അക്ഷരാർത്ഥത്തിൽ അങ്ങ് പെട്ടുപോയി. ഇതാണ് ഈ 2 റീസൺ. ഇത് സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഗവൺമെൻറ്റിന് മനസ്സിലായി, ഇത് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിക്കും. ഇതതിൻ്റെ കാര്യം. ഇത് പിന്നെ ജയ്പൂരിലോട്ട്, മഹാരാഷ്ട്രയിൽ ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്തു, പൂനെ സ്റ്റാർട്ട് ചെയ്തു, ഔറംഗാബാദിൽ സ്റ്റാർട്ട് ചെയ്തു, ജയ്പൂരിൽ സ്റ്റാർട്ട് ചെയ്തു, മറ്റ് സിറ്റികളിലോട്ടും പോകാൻ തുടങ്ങി. അതായത് ഡൽഹിക്കകത്ത് സ്പാർക്ക് അങ്ങോട്ട് ഉണ്ടായതേ ഉള്ളൂ. അതായത് ഈ പറയുന്ന ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ ഡൽഹി പോലീസ് കാണിച്ച ബ്ലണ്ടർ, അതായത് ലാത്തി ചാർജ്. ഈ ലാത്തി ചാർജൊന്നും ഇല്ലെങ്കിൽ ഇതും ഈ പറയുന്ന ബീഹാറിലും കൽക്കട്ടയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണ് ഇത് സ്പ്രെഡ് ആവത്തില്ല. പക്ഷെ ഇവരുടെ ഒരു അണ്ടർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്, അവർ റോങ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്, ജെൻസി എന്ന് പറയുന്ന പിള്ളേർ ഈ ചൂടും വെയിലും കൊണ്ട് ആഹാരമൊന്നുമില്ലാതെ ബർഗർ കഴിക്കുന്നൊരു തലമുറയാണ്, ബർഗറും പിസയും കഴിക്കുന്ന തലമുറയാണ്. അവരിതേപോലെയുള്ള സംഭവങ്ങളുമായിട്ട് യോജിച്ചു പോകത്തില്ല. ധാരണ. മറ്റൊരു ധാരണ, ഹാർഡ് കോർ ആയിട്ടുള്ള ഹിന്ദുത്വവാദികളുടെ ധാരണ, ഇറാൻ പോലെ ഇതിനെ അങ്ങ് അടിച്ചൊതുക്കുക. ഇറാനിലെ 30-35,000 പേരെയാണ് അടിച്ചൊതുക്കിയത്, കൊന്നുകളഞ്ഞത്. എൻ്റെ കണക്കുകളൊക്കെ പുറത്ത് വരുന്നേ ഉള്ളൂ. 30,000 പേരെയാണ് കൊന്നു കളഞ്ഞത്. അപ്പം ആ രീതിയിൽ അമിത്ഷാ ഭയങ്കര ധൈര്യശാലിയാണ്, മോദി അതിനേക്കാളും വലിയ ധൈര്യശാലിയാണ്. ഇതെടുത്തങ്ങ് പെരുമാറാനുള്ള ധാരണയായി. ഇവരൊക്കെ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇറാനല്ല ഇന്ത്യ. അത് ഇറാനിൽ നടക്കും, പക്ഷേ ഇന്ത്യയിൽ നടക്കത്തില്ല. അതാണ് സംഘപരിവാറിനും RSS-നും പേടിയായത്. അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ പറയുന്ന സംഭവം ജനാധിപത്യത്തെ ബുൾഡോസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീടുണ്ടായ സംഭവം ഡൽഹിയിൽ, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ വളരെ സൈലൻ്റായിട്ട് ഒതുക്കിയിട്ടിരുന്ന ആക്ടിവിസ്റ്റുകൾ
ഇൻഡിപെൻഡൻറ്റ് മൂല്യങ്ങളുള്ള പല ജേർണലിസ്റ്റുകൾ ഇവരെല്ലാം പുറത്തിയാടി. അതായത് മോദിയെ പച്ച തെറി വിളിക്കാൻ തുടങ്ങി. അതായത് പണ്ടെങ്ങനായിരുന്നു ഈ ഗോദി മീഡിയയുടെ പുറകിൽ ഇവർ പോയിട്ട് ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് അങ്ങ് തെറി വിളിക്കുക, തെറി വിളിച്ചങ്ങ് ഒതുക്കുക. അപ്പം എന്നെ നിങ്ങൾ കണ്ട എൻ്റെ ഫേസ്ബുക്കിൽ ഇവന്മാർ തെറി വിളിക്കുന്നത് കണ്ടു. കാരണം എനിക്കിതൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ ഈ പറയുന്നത് ഈ കഴിഞ്ഞ മഴയ്ക്ക് ഉണ്ടായതല്ല. ഇവന്മാരൊക്കെ എന്നെ തെറി വിളിക്കുന്നവന്മാരൊക്കെ കഴിഞ്ഞ മഴയ്ക്ക് ഉണ്ടായത്. ഈ BJPക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻഡായിട്ട് വന്നവരാ. ഞാൻ ഈ പറയുന്ന യൂട്യൂബറല്ല, ഞാൻ പ്രൊഫഷണൽ ജേർണലിസ്റ്റാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്തെ ജയിലിൽ വരെ പിടിച്ചിട്ടാ ഞാൻ മാറുമോ? വളരെ സിമ്പിളല്ലേ, ഞാൻ മാറുമോ? ജയിലിലിട്ടു. എന്തുപുല്ല, എന്നെ 2 പ്രാവശ്യം നേരത്തെ ജയിലിലിട്ടിട്ടുണ്ട്. അതായത് മോദിക്കെതിരെ പറഞ്ഞതിൻ്റെ പേര് ജയിലിലിട്ടിട്ടുണ്ട്. ഉറപ്പായിട്ട് എനിക്ക് 3ാമത്തെ പ്രാവശ്യം പോകുന്നു. അല്ലേ എന്നെ കൊണ്ട് 60 ദിവസം ഇടുന്നു. എനിക്കെന്തു പുല്ല കഷ്ടപ്പെടാൻ? നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത്, അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇപ്പം ഈ നമ്മൾ ഹീറോയിസത്തെ ഭയങ്കരമായിട്ട് വർഷിപ്പ് ചെയ്തൊരു തലമുറയാണ് എൻ്റെയും, അത് എൻ്റെ വീഡിയോ കേൾക്കുന്ന അധികം ആൾക്കാർ. അപ്പോൾ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വർഷിപ്പൊന്നുമില്ല. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭരായ 2 പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കാലയളവിൽ? ഒന്ന് നരസിംഹ റാവു, ഒന്ന് മൻമോഹൻ സിംഗ്. ഈ 2 പേർക്കും ഫാൻസ് ഇല്ലായിരുന്നു. 2 പേരെ ആരും വർഷിപ്പ് ചെയ്തിട്ടുമില്ല. പക്ഷെ അവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. രാജീവ് ഗാന്ധിക്ക് ഫാൻസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഫാൻസ് ഉണ്ട്. ഈ കേരളത്തിലെ VD സതീശൻ, അയാളും ഫാൻസിനെ ഉണ്ടാക്കി. അതായത് ഹീറോ വർഷിപ്പ് ഉണ്ടാക്കി. മോദിക്ക് അത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെയൊക്കെ നമ്മുടെ തലമുറ കാണിച്ച ബ്ലണ്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ജെൻസി തലമുറയ്ക്ക് ആ ഹീറോ വർഷിപ്പ് ഒന്നുമില്ല. അവർക്ക് ഈ പറയുന്ന ഹിന്ദി താരങ്ങൾ ഹീറോകളല്ല. ഹിന്ദി പാട്ടുകൾ അവരുടെ ഭയങ്കര കൊറിയൻ പാട്ടുകളും മറ്റുള്ള ലാംഗ്വേജ് മെക്സിക്കൻ പാട്ടുകളും മറ്റുള്ള പാട്ടുകളും ആഫ്രിക്കൻ സോങ് അവരുടെ പ്രാധാന്യം. ആലോചിച്ച് നോക്കുക, അവരങ്ങനെ തിങ്ക് ചെയ്യുന്നത്. അവരുടെ തോട്ട്സ് അതിലോട്ടാണ് പോകുന്നത്. നമ്മളെക്കാളും ഗ്ലോബൽ കാര്യങ്ങൾ, അതായത് ഞാൻ പറയുന്ന ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ കാര്യമല്ല, ലോകത്ത് ജെൻസിയുടെ എംപ്ലോയ്മെൻറ്റും അൺഎംപ്ലോയ്മെൻറ്റും എഡ്യൂക്കേഷൻ നമ്മളെക്കാളും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇവർ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അത് ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്. നിന്നേക്കാളും അവർക്കൊക്കെ അറിയാം അവരെങ്ങോട്ടാണ് പോകുന്നത്. അവരെ നമ്മൾ ഒന്നിലും നിർബന്ധിക്കുകയൊന്നും വേണ്ട. ആ ഒരു മനോഹാരിതയാണ് ഇന്നത്തെ ജെൻസി എന്ന് പറയുന്നത്. അത് 76 വയസ്സുള്ള മോഡിക്കും 56 വയസ്സുള്ള രാഹുൽ ഗാന്ധിക്കും മനസ്സിലാവാത്ത. അതാ പറഞ്ഞത്, ഇത് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അല്ലാതെ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഞാൻ വലിയ ഹീറോയാണെന്ന് പറയുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പാടാണ്. അതാണ് IBക്ക്, ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കും ഇന്ത്യയിലെ ഗോദി മീഡിയയ്ക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇപ്പം എന്തോ ഗോദി മീഡിയ തിരിയാൻ തുടങ്ങി. കാരണം അവർക്കും അടി കിട്ടി. ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, അതായത് എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ഇവരൊക്കെ വളർന്നു വന്ന് ഇറാനിലല്ല. ഇവരൊക്കെ വളർന്നു വന്നത് ഡെമോക്രസി ഇല്ലാത്ത രാജ്യത്തല്ല. അവർ ജനിച്ചപ്പം മുതലേ ഡെമോക്രസി ഉണ്ട്. അവർ ജനിച്ച പോലെ കാണുന്ന ഒരു ലോകമുണ്ട്. അത് ഇന്ത്യ മാത്രമല്ല, ഒരു ലോകരാജ്യങ്ങൾ കാണുകയാണ്. അപ്പം അവർക്ക് അവരുടേതായ പെർസെപ്ഷനുണ്ട്. അപ്പോൾ അതേ കയറി തൊടാൻ പോയി കഴിഞ്ഞാൽ, അതായത് അവിടെയാണ് മോദിയും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPക്കും പ്രത്യേകിച്ച് RSS എന്ന് പറഞ്ഞ സംഘപരിവാറിന് അടി കിട്ടിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അവരോട് ഇനി ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അവരെ ഇനി തെറ്റിദ്ധരിപ്പിക്കാനും പറ്റും. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, BJPക്കും മോദിക്കും ഇന്ത്യയിൽ കൂടുതൽ നാൾ ഭരിക്കാൻ സാധിക്കും. കോൺഗ്രസ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വലിയ ഡെപ്ത് ഇല്ലാതെ പോയി. പക്ഷെ ജെൻസിയിൽ വന്നിരിക്കുന്ന സംഭവം, ഈ പറയുന്ന സംഘപരിവാറിന് ഇന്ത്യയിൽ
അതിനെ നാശമാക്കി കളയും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അവർക്കൊക്കെ പിടികിട്ടി ഹാർഡ് കോർ ഹിന്ദുത്വം എന്ന് പറയുന്നത് അവരെ കബളിപ്പിക്കാൻ ഉണ്ടാക്കിയേക്കുന്ന സാധനമാണ്. എന്താണ് റിസർവേഷൻ? അതിനെപ്പറ്റി അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന നേതാക്കളുടെ മക്കളെല്ലാം പഠിക്കുന്ന അമേരിക്കയിലാണെന്നറിയാം, അതും അവർക്കറിയാം. അതായത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് ഈ പറയുന്ന മോദി നേരിടാൻ പോകുന്നത്. അതാണ് മനോഹാരിത എന്ന് പറയുന്നത്. അവരെ കബളിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ എന്ത് സോഷ്യൽ മീഡിയ, നിങ്ങളുടെ മാനേജ്മെൻറ്റ്, BJP കോടികൾ മുടക്കിയാണ് ഇമേജ് ഉണ്ടാക്കിയത്. 5 ദിവസം കൊണ്ട് പൊളിഞ്ഞ് പാളീസായിപ്പോയി. അത് മാത്രമാണ് ഈ പറയുന്ന CJP നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം.